നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ എടുക്കണം. അത് ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് നമ്മളിതിലോട്ട് ആഡ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് 7 കാഷ്യൂനട്ട്, 4 ഗ്രാമ്പു, 2 ഏലക്ക, 1 കറുവാപ്പട്ട, 1 ബേ ലീവ്സ്, കുറച്ച് ഇഞ്ചി, 5 വെളുത്തുള്ളി, കുറച്ച് ജീരകം. എന്നിട്ട് 2 സവാളയും 1 തക്കാളിയും ചെറുതായിട്ട് അരിയണം. കോളിഫ്ലവർ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പിടണം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ മുളക്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു അരമണിക്കൂർ വയ്ക്കണം. അത് കഴിഞ്ഞ് പാൻ ചൂടാക്കിയിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് ഈ കോളിഫ്ലവർ ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അങ്ങനെ നമ്മളെ കോളിഫ്ലവർ ഫ്രൈ റെഡിയായിരിക്കുകയാണ്. അതിനെ നമ്മൾ വേറെ മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും വേറൊരു പാൻ എടുത്തിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഏലക്ക, ജീരകം, ബേ ലീവ്സ്, കറുവാപ്പട്ട, ഗ്രാമ്പു ഇതെല്ലാം അതിലിട്ട് ഒന്ന് വഴറ്റണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന സവാള ഇട്ടിട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ ഒന്ന് വഴരുമ്പോൾ അതിലോട്ട് നമ്മളെടുത്ത് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇടണം. എന്നിട്ട് മിക്സ് ചെയ്യണം. നമ്മളെടുത്ത് വെച്ചിരുന്ന ഇഞ്ചി ചെറുതായിട്ട് മുറിച്ച് ഇതിലിടണം. ഇത് കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് വെച്ചിരുന്ന കാഷ്യൂനട്ട് അതിലോട്ടിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കണം. വഴലുമ്പോൾ ഫ്ലെയിം ഓഫാക്കി മാറ്റി വയ്ക്കണം. പൊടികളുടെ അളവെടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ജീരകം. നേരത്തെ മാറ്റി വെച്ചിരുന്ന ഉള്ളിയെല്ലാം മിക്സിയിലാക്കി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത് അതിൻ്റെ പേസ്റ്റാണ്. എന്നിട്ട് വീണ്ടും പാൻ എടുത്തിട്ട് എണ്ണ ഒഴിച്ച് അതിലോട്ട് ജീരകം ഇടണം. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഉണ്ടാക്കിയ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് തിളയ്ക്കുമ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന പൊടികളെല്ലാം ആഡ് ചെയ്യണം. കൂടാതെ ആവശ്യത്തിന് നമുക്കുള്ള ഉപ്പും ഇടണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഉപയോഗിക്കാം. ഞാൻ 1 ഗ്ലാസ് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കോളിഫ്ലവർ ഇതിലോട്ട് ഇടണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മല്ലിയില ആഡ് ചെയ്യണം. അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.